നമസ്കാരം. എം.ആർ. അജിത് കുമാർ എന്തായിരുന്നാലും ദത്താത്രേയ ഹൊസബാളയെ തൃശ്ശൂരിൽ വെച്ച് കണ്ടിരുന്നു. യാഥാർത്ഥ്യം. എന്നാൽ ആർക്കു വേണ്ടി? ആ ഒരു ചോദ്യം പലപ്പോഴും ഉത്തരമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരെ ഒറ്റുകൊടുക്കും എന്നുള്ളിടത്താണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ അത് വി.ഡി. സതീശിന് വേണ്ടിയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ആ കുറിപ്പ്? നമ്മൾ ഒന്ന് വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടുപോയിരിക്കുന്ന ആളിൻ്റെ പേര്, അതായത് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി, അജിത് കുമാറിനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന ആളിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജയകുമാർ എന്നാണ്. അതായത് RSSൻ്റെ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് എന്നൊക്കെ അങ്ങനെ കുറേ പ്രമുഖന്മാരുണ്ട് ഈ പറയുന്ന RSSൽ. എ ജയകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ അജിത് കുമാറിനെ ദത്താത്രേയ ഹൊസബാളയുമായി ഒരു കൂടിക്കാഴ്ച ഒരുക്കി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. ഇത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് പറഞ്ഞ ചില കാര്യമാണ്. അതിനടിസ്ഥാനപരമായി എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് വി.ഡി. സതീശിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം. കാര്യം വി.ഡി. സതീശൻ ഇപ്പോൾ RSSനെയും CPM-നെയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇവരൊരു സഖ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യം അതാണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറവൂർ സതീശൻ ജയിച്ചതിന് കാരണം RSSൻ്റെ വോട്ടുകൾ സതീശന് കിട്ടിയത് കൊണ്ടാണ് എന്ന് ഒരു അവലോകനം പുറത്തു വന്നിരുന്നു. അത് യാഥാർത്ഥ്യവുമാണ്. കാരണം 2013 അവിടെ തൃശ്ശൂരിൽ നടന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല ഗോൾവർക്കറിൻ്റെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ ഒരു തിരിയൊക്കെ കൊളുത്തി പഞ്ചപുച്ഛമടക്കി 2 കൈകളും കൂപ്പിത്തൊഴു നിൽക്കുന്ന വി.ഡി. സതീശൻ്റെ ചിത്രങ്ങളും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ എല്ലാ കാലത്തും ഈ പറയുന്ന RSSുമായി സംഘപരിവാർ സംഘവുമായി ഒരു കൂടിച്ചേരൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പരസ്യമായി പുറത്ത് പറഞ്ഞിരുന്നില്ല. അത് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പറയുന്ന CPM-ഉം BJP-യും തമ്മിൽ RSSും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നും അതുവഴി പല കേസുകളും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് എന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 തവണയാണ് RSSൻ്റെ പാളയത്തിൽ വി.ഡി. സതീശൻ സാഷ്ടാംഗം വണങ്ങി വന്ദിച്ച് നിന്നത്. അത് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാമചന്ദ്രൻ എന്ന മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത് എന്ന് തോന്നുന്നു. ഇനി കാര്യത്തിലേക്ക് വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, എ ജയകുമാർ എന്ന് പറയുന്ന RSSൻ്റെ വിശേഷാൽ സമ്പർക്ക പ്രമുഖൻ ആണ് ഈ അജിത് കുമാറിനെ ഹൊസബാളയുമായി കൂടിക്കാഴ്ച ഒരുക്കിയത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കേന്ദ്ര നേതൃത്വം ഈ പറയുന്ന ഉത്തര കേരള നേതൃത്വമൊക്കെ ഇതിനെ തള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല എന്ന് RSSൽ ചിലർ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ വേറൊരു കാര്യം. ഇനി ആരാണ്, എന്തുകൊണ്ട് കോൺഗ്രസുമായി RSSന് ഇങ്ങനെയൊരു ബന്ധം വരുന്നു? ഇനി അവിടെയാണ് രസം. ഈ ജയകുമാർ എന്ന് പറയുന്ന ആള് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോൾ MLA ആയിരിക്കുന്ന ഒരാളുടെ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ബന്ധു കൂടിയാണ്. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടുത്ത ബന്ധം തന്നെയെന്ന് പറയാം. അതുകൂടാതെ കൈമനം പ്രഭാകരൻ്റെ സഹോദരൻ കൂടിയാണ് ഈ ജയകുമാർ. അപ്പോൾ അതെങ്ങനെ ശരിയാകും എന്നുള്ളതല്ലേ? അതെ, ഇനി അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ്. പറഞ്ഞു വരുമ്പോൾ സഹോദരൻ എന്നുള്ള നിലയിൽ, അനുജൻ എന്നുള്ള നിലയിൽ ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയകുമാറും തമ്മിലുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹമാണ് ഈ പറയുന്ന അജിത് കുമാറിനെ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായേ പറ്റൂ. അതിൻ്റെ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയേ പറ്റൂ. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഇവിടെ CPM-ഉം അല്ലെ പിണറായി വിജയനും RSSും തമ്മിൽ ഭയങ്കര ലോഹിത്തിലാണ് എന്ന് വെറുതെ പറഞ്ഞു പരത്തിയിട്ട് കാര്യമില്ല. ആ പറഞ്ഞു പരത്തുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്.
ആ കാരണം ഇതാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ട് നടക്കുമ്പോൾ വരുന്ന മറ്റൊരു വിഷയം, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്നും CPM-ൽ നിന്നും അകറ്റി നിർത്താൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയും. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ CPM-ൽ നിന്ന് അകറ്റി നിർത്തി അവരുടെ വോട്ട് കൂടി തങ്ങളുടേതാക്കി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് VD സതീശൻ ഇപ്പോൾ CPM-നെയും RSS-നെയും കൊണ്ടിന്ന് ഒരേ ലാവണത്തിൽ കെട്ടുന്നത്. ഇത് മാത്രമല്ല, കോൺഗ്രസും RSS-ഉം തമ്മിൽ അതിശക്തമായൊരു ബന്ധമുണ്ട് എന്ന് ഇതിനു മുമ്പ് ഈ രാമചന്ദ്രന് മുൻപ് മറ്റൊരാൾ പറഞ്ഞിരുന്നു. അതായത് BJP-യുടെ മുതിർന്ന നേതാവ് കൂടിയായ രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നീട് കോലീബി സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം കേരളത്തിൽ ശക്തമാണ് എന്ന് CPM-കാർ പറഞ്ഞു വരുത്തിയത്. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ജയകുമാർ എന്ന് പറയുന്ന ആള് അത്ര നിസ്സാരക്കാരനാണോ? അല്ല, നിസ്സാരക്കാരനേ അല്ല. കാര്യം ഇത് ജയകുമാർ ഇവിടെ BJP-യുടെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പലപ്പോഴും ഈ പറയുന്ന ആള് നടത്തിയിട്ടുള്ള ജയകുമാർ നടത്തിയിട്ടുള്ളത്. എന്തൊക്കെ നീക്കങ്ങൾ നമുക്കറിയാവുന്ന പോലെ, നമുക്കറിയാം മുതിർന്ന ചീഫ് സെക്രട്ടറി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനെ പോലും ഈ RSS-ലേക്ക് എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പലതുമാണ്. അതായത് ജയകുമാർ IAS എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടെത്തിക്കാൻ, RSS-ന്റെ സംഘപരിവാരത്തിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുപോലെ കലാം സാറ്. അപ്പോൾ ഇവരെയൊക്കെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആളുടെ ഉദ്ദേശം. അതായത് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ജയകുമാർ എന്ന് പറയുന്ന ആൾ BTech ബിരുദമെടുത്തു. അതിനുശേഷം ABVP-യിൽ ആ സമയത്ത് പ്രവർത്തകനായിരുന്നു. പിന്നെ വിജ്ഞാൻ ഭാരതിയുടെ മേധാവിയായി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സയൻറ്റിഫിക്കുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മേധാവികളെയും നിയമിക്കുന്നതിനും ഉള്ള ഒരു അഭിപ്രായം കേന്ദ്രം ഇദ്ദേഹത്തോട് ആരായുന്ന പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാൻ ഭാരതിയുടെ മേധാവി എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അതേ നിരവധി ആളുകളെ, അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഈ നിരവധി ആളുകളെ ഇത്തരത്തിൽ RSS-മായി അടുപ്പിക്കുന്നതിന് വേണ്ട ശ്രമം നടത്തിയിട്ടുണ്ട്. അതേ ലക്ഷ്യമിടുന്നത് മുതിർന്ന IAS, IPS, അതുപോലെ മറ്റ് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ, മറ്റ് ഉദ്യോഗത്തിലിരിക്കുന്ന അറിയപ്പെടുന്ന ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള ആളുകളെ വളഞ്ഞു പിടിച്ചിട്ട് ഇവരെ RSS-മായി ഒരു സഖ്യത്തിലെത്തിക്കുകയും ഇവരെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇപ്പം ജസ്റ്റിസുമാർ കമാൽ പാഷയൊക്കെ ആ നിലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം തെരഞ്ഞു പിടിച്ച് ഇവരിലേക്ക് RSS-ന്റെ ഒരു അജണ്ട കുത്തി നിറച്ചുകൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു RSS-ന്റെ പ്രമുഖരുമായോ ഒക്കെ കൂടിക്കാഴ്ച നടത്തി ഇവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ജയകുമാറിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ പറയുന്ന ജയകുമാർ ഇവിടെ BJP-യുടെ തലപ്പത്തേക്ക് വരണമെന്നും അതിലൂടെ പാർട്ടിയെ വളർത്താൻ കഴിയും എന്നുള്ളതുമാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പിണറായി വിജയനും RSS-ഉം തമ്മിൽ ബന്ധമുണ്ടെന്നും അതിലൂടെ കേസുകൾ പലതും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ പറയുന്നു. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൃശ്ശൂരിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നുകൊണ്ടാണ് സുരേഷ് ഗോപി ഏകദേശം 74,000 ചില്ലുവാന വോട്ടുകൾക്ക് അവിടെ ജയിച്ചത് എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ പരാജയമുണ്ടാകാൻ, അല്ലെങ്കിൽ സുനിൽകുമാർ പരാജയപ്പെടാനുണ്ടായ കാരണം വല്ലതും ഉണ്ടോ? അതേപോലെ 0.10% വോട്ട് ശതമാനം അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10% വോട്ടുകളുടെ കുറവ് കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ പറയുന്ന പോലെ അവിടെ ഈ EP ജയരാജനുമായി കൂടിക്കാഴ്ച, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയതാണ് വിഷയമെങ്കിൽ അവിടെ CPI-യുടെ വോട്ടല്ലേ അവിടെ കുറയേണ്ടത്. അപ്പോൾ അവിടെ CPI-യുടെ വോട്ടല്ല കുറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയും ആ വോട്ട് അവിടെ BJP-യിലേക്ക് ചേക്കേറുകയും ചെയ്തു. കാര്യം അവിടെ എത്ര ശതമാനമാണോ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞത് അത്രയും ശതമാനം വർധനവ് ഇവർക്കുണ്ടായിട്ടുണ്ട്. അതാണ് അതിനകത്തിലെ ജെനുവിനായിട്ടുള്ള കാര്യം. അപ്പോൾ ആരാണ്, എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തിയിട്ടുള്ളതെന്ന് ഇതിനു മുമ്പും നമുക്കറിയാം. നേമത്ത് എങ്ങനെയാണ് രാജഗോപാൽ ജയിച്ചതും V ശിവൻകുട്ടി പരാജയപ്പെട്ടതും നമുക്കറിയാം. അവിടെയും V ശിവൻകുട്ടിക്ക് ലഭിക്കേണ്ട പാർട്ടിയുടെ വോട്ടുകളെല്ലാം അവിടെ ലഭിച്ചിരുന്നു. അവിടെ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അടപടലം വോട്ട് ചോർച്ചയുണ്ടായി. ആ വോട്ടെല്ലാം പോയി ലയിച്ചത് രാജഗോപാലിലേക്കാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ രീതിയിലൊരു കോലീബി സഖ്യം, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം പരസ്യമായ രഹസ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. CPM-കാർ തമാശയ്ക്കാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സഖ്യമുണ്ട്. അത് ഈ പറയുന്ന CPM-കാർ പറഞ്ഞു പരത്തിയതല്ല, അവരുടെ തലമുതിർന്ന നേതാവായ രാജഗോപാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്.
അതോടൊപ്പം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന അതും ഒരു പാർട്ടി മുഖപത്രം, BJPയുടെ മുഖപത്രത്തിന്റെ എഡിറ്ററാണ് ഈ പറഞ്ഞിരിക്കുന്നത്. VD സതീശനുമായി കൂടിക്കാഴ്ച, അല്ലെ VD സതീശന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്, അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പങ്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ BJPയുടെ മുഖപത്രത്തിന്റെ എഡിറ്റർ കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ തീർച്ചയായും ഈ പറയുന്ന പോലെ ഒരു വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന VD സതീശൻ ഓർക്കണം, ഇത് തൻ്റെ തലയ്ക്ക് മേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വാൾ തന്നെയാണ് എന്ന്. ഇവിടെ K. സുധാകരൻ ഒരിക്കൽ പോലും ഇങ്ങനെ വലിയ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. അദ്ദേഹം നേരിട്ട് പിണറായി വിജയനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. പൂരം കലക്കിയെന്നും ഒക്കെ ഉള്ള വിവിധങ്ങളായ പേരുകൾ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുവെങ്കിലേ ഉള്ളൂ. അദ്ദേഹം ഒരു തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ RSSന്റെ ശാഖയ്ക്ക് ഞാൻ എൻ്റെ കുട്ടികളെ അയച്ചു കൊടുത്ത് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നൊരു തവണ അദ്ദേഹം പ്രസംഗിച്ചു. രണ്ടാമത്തെ തവണ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എനിക്ക് BJP പാളയത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും അനുവാദം വേണ്ട എന്ന്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഇവർ പറയുന്നതും VD സതീശൻ പറയുന്നതും K. സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ പറയുന്നതും ചേർത്ത് നമുക്ക് വായിച്ചു നോക്കിയാൽ തീർച്ചയായും ഇവിടെ ഉള്ളത് RSSലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന, അല്ലെ BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരെയാണ്. അത് മാത്രമല്ല, ഇവിടെ BJPയിലുള്ള പഴയ കുറേ നേതാക്കന്മാരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കുത്തൊഴുക്ക് BJPയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതായത് ഇവിടെ നിശബ്ദമായ ഒരു സഹകരണം ഈ പറയുന്ന കോൺഗ്രസും RSSും തമ്മിൽ ഉണ്ട്. അതിനുള്ള ഒരു പാലം മാത്രമായിരുന്നു MR അജിത് കുമാർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ MR അജിത് കുമാറിനെ അവിടേക്ക് എത്തിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വളരെ അടുത്ത ബന്ധു കൂടിയായ ജയകുമാറാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ തീർച്ചയായും ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ അതിശക്തമായ ഒരു അടിയൊഴുക്ക് അല്ലെങ്കിൽ അന്തർധാര സജീവം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.